ഇനി നമുക്ക് അറിയേണ്ടത് വാരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വാരിയബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വാരിയബിൾ ഈസ് എ നീഡ് മെമ്മറി ലൊക്കേഷൻ ടു സ്റ്റോർ വാല്യൂസ്. നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു വാരിയബിളിനും 3 കാര്യങ്ങളുണ്ട്. ഒരു വാരിയബിളിനും 3 തിങ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, അതിന്റെ വാല്യൂ, ദാറ്റ് എന്ത് വാല്യൂ ആണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ദ ടൈപ്പ്. സെക്കൻഡ് ഈസ് ദ ടൈപ്പ്, എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ദർ അഡ്രസ്, അതായത് അതിന്റെ അഡ്രസ് ഏത് സ്ഥലത്താണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരു വാരിയബിൾ ഉണ്ട്. അതുപോലെ 4, ദ നെയിം. ഓക്കെ, ടു ദറ്റ് ഈസ് ഐഡന്റിഫയർ. ഓക്കെ, ദറ്റ് ഈസ് ദ ഐഡന്റിഫയർ, നമ്മൾ എങ്ങനെ പേരിട്ടു എന്നുള്ളത് ഐഡന്റിഫയർ. സോ എവരി variable will have all these things, that is value, type, address and ഐഡന്റിഫയർ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താ വാരിയബിൾ എന്ന് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ടൈപ്പ് വാല്യൂ ആണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ a = 50 എന്ന് പറഞ്ഞാൽ ആ എയുടെ വാല്യൂ എന്താണ്? 50 ആണ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ത് ടൈപ്പ് ആണ്. അവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഡാറ്റ ടൈപ്പ് എന്നുള്ള സാധനം. ഡാറ്റ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, ദ ടൈപ്പ് ഓഫ് ഡാറ്റ എ വാരിയബിൾ ഹോൾഡ്സ്, അതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് എന്ത് ടൈപ്പ് ഡാറ്റയാണ് ഒരു വാരിയബിൾ ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി അതിനെ പല രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ടൈപ്സിനെ പല രീതിക്ക് പറയാം. അതായത് മെയിൻ ആയിട്ട് പറയാം പ്രൈമറി, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. ഇങ്ങനെ 3 രീതിക്കാണ് ഡാറ്റ ടൈപ്സ് സിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൈമറി, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. നമ്മൾ വരുന്ന ഓരോ മോഡ്യൂളുകളും ബാക്കി ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ് ഒക്കെ പറയും. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് പ്രൈമറി എന്ന് പറയുന്നത്. പ്രൈമറിയിൽ നമുക്ക് ഇന്റിജർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, വോയിഡ് ഉണ്ട്. ഇങ്ങനെ 5 ഉണ്ട്. ആ പേര് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്കൊരു പോയിന്റ് വാല്യൂസ് ഒന്നും ഇല്ലാത്ത 12, 14, 16, 18 എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റിജർ പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി എനിക്ക് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യണം, അതായത് 34.1, 23.23 അങ്ങനെ പറയുന്ന ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് വാല്യൂസുകൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യും. ഇനി എനിക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് എനിക്ക് കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചും കൂടി പോയിന്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഉണ്ട്. ഡബിൾ എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് 23.416392 ലൈക്ക് ദാറ്റ്, നമുക്കൊരു 8-10 പോയിന്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിളിലേക്ക് യൂസ് ചെയ്യും. ഇനി വോയിഡ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വോയിഡ് എത്രയേ ഉള്ളൂ, അതായത് ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വോയിഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ മനഃപൂർവ്വം വിട്ടൊരു സാധനം ക്യാരക്ടർ ഈ നമ്പേഴ്സിനെ ഡിഫറെന്റ് ചെയ്തിട്ടിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെറ്റർ ഇൻ ദ ആൽഫബറ്റ്, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ നമ്മൾ ഇവിടെ പറയുന്നത് ക്യാരക്ടർ എന്നാണ്. ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും സിംഗിൾ കോട്ട്സിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു ക്യാരക്ടർ ആണ്, പക്ഷെ ഞാൻ ഇപ്പൊ ഇങ്ങനെ എഴുതുന്നത് ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കണം. അതിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടില്ല പിക്ചറിൽ, സ്ട്രിങ് കൂടി ഉണ്ട് കേട്ടോ. സ്ട്രിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബിൾ കോട്ട്സിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വി കോൾഡ് ആസ് സ്ട്രിങ്, അതും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഒരു ക്യാരക്ടറിന്റെ കോമ്പിനേഷനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രിങ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ്. പ്രൈമറി ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ ഇത്രയാണ്, 6 ഉണ്ട്. ഇൻഡിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിൾ, ദെൻ വോയിഡ്, നത്തിങ്, ഒന്നും ഇല്ലാന്ന് കാണിക്കാൻ. പിന്നെ 2 ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ എന്താ പറയാ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്സുകളുണ്ട്. ഒന്ന് ക്യാരക്ടറും ഒന്ന് സ്ട്രിങ്ങും. ഓക്കെ, ഇനി അതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ് ചില സമയത്ത് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്സസ് സ്പെസിഫൈസ് അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫൈസ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. എന്തുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്? കാരണം ഇത് മനസ്സിലായാൽ മാത്രമാണ് മെഷീന് ഇത്ര മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര അഡ്രസ്സ് അല്ലെങ്കിൽ ഇത്ര ലൊക്കേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റിജർ എന്നുള്ള ഒരു സാധനം വരുമ്പോൾ ഇന്റിജറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പെർസെന്റേജ് ടി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് സ്പെസിഫൈ വെച്ചിട്ടാണ്. പെർസെന്റേജ് ടി വരുമ്പോൾ മെഷീന് മനസ്സിലാവും, ഓക്കെ 2 അല്ലെങ്കിൽ 4 ബൈറ്റ് സ്റ്റോർ ചെയ്ത് വെക്കണം, 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് അത് മനസ്സിലാക്കാം. ഫ്ലോട്ട് ആവുമ്പോൾ ഷോർട്ട് ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഷോർട്ട് ലോങ് ഇൻഡൊക്കെ ഉണ്ട്. ഷോർട്ട് ആണെങ്കിലും പെർസെന്റേജ് ഡി ആണ്, പെർസെന്റേജ് ലോങ് ആണെങ്കിൽ പെർസെന്റേജ് LD. ഓക്കെ, ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജ് C വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഫ്ലോട്ട് ആണെങ്കിൽ പെർസെന്റേജ് പെർസെന്റേജ് F എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ മനസ്സിലാവും ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, വാല്യൂസ് ആണ് വരുന്നത്. അവിടെ 4 ബൈറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഡബിൾ എന്ന് പറയുമ്പോൾ അത് പെർസെന്റേജ് LF ആണ്, അത് 8 ബൈറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ 1 ബിറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, 1 ബൈറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ബൂളിയൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ട്രൂ ഓർ ഫോൾസ്, അതും അതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല.
ബൂളിയൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1 ബിറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇന്റിജർ പണ്ട് 2 എന്നുള്ള രീതിക്കാണ് നമ്മൾ ടെക്സ്റ്റിലൊക്കെ കണ്ടിരുന്ന 2 ബൈറ്റ്സ് എന്നുള്ള രീതിക്കാണ്. ഇപ്പൊ 4 ബൈറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 2 ബൈറ്റ് 4 ബൈറ്റ് ബോത്ത് ആർ ഓക്കെ. സോ ഇന്റിജർ 2 ബൈറ്റ് 4 ബൈറ്റ് ഉണ്ട്. ഫ്ലോട്ട് 4 ബൈറ്റ്സ് ആണ്. ഡബിൾ 8 ബൈറ്റ്സ് ആണ്. ക്യാരക്ടർ 1 ബൈറ്റ് ആണ്. ദെൻ ബൂളിയൻ 1 ബിറ്റ് ആണ്. ബാക്കി സ്ട്രിങ്ങിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റോർ ആവുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈമറി ഡാറ്റ ടൈപ്പിൽ വരുന്നത്. അതായത് ഒരു വാരിയബിൾ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഹോൾഡ് എന്നുള്ള ആ പ്രോസസ്സാണ് എന്ത് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ എന്താ മനസ്സിലായി, എന്ത് ടൈപ്പ് വാല്യൂ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാന്ന് മനസ്സിലായി, എന്ത് തരം ടൈപ്പ് ഓഫ് വാല്യൂസ് വരാം എന്നുള്ളതും മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് അടുത്തതിൽ നോക്കാനുള്ളത് എന്താണ്, എങ്ങനെയായാലും ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് ഓഫ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഓഫ് കൺവേർഷൻ. അതായത് നമ്മുടെ ഒരു ഡാറ്റ ടൈപ്പിനെ എങ്ങനെയാണ് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ.